പക്ഷേ ക്രിക്കറ്റിൽ നമ്മൾ മലയാളികളും മിടുക്കരാണെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സഞ്ജു സാംസണൊക്കെ ലക്ഷ്യം വെച്ച് പ്രയത്നിച്ച് വിജയിച്ചവരാ. സഞ്ജു സാംസന്റെ 10 കൊല്ലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിലെ അവതാരകൻ 10 കൊല്ലത്തിന് ശേഷം സഞ്ജു നീ എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോ ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മറുപടി പറഞ്ഞു. ആത്മവിശ്വാസവും ലക്ഷ്യബോധവും അതുള്ളവരെ വളർന്നിട്ടുള്ളൂ. വർഷയ്ക്കറിയോ, ക്രിക്കറ്റിനോട് കുട്ടിക്കാലത്ത് എനിക്കൊരു ക്രൈസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ക്രിക്കറ്റ് കളി കാണുക, ക്രിക്കറ്റ് കളിക്കുക, ഇതൊക്കെയായിരുന്നു ഹോബി. അന്ന് സച്ചിനും ദ്രാവിഡും യുവരാജ് സിംഗും ഒക്കെ അരങ്ങ് തകർക്കുന്ന കാലം. ഞാൻ താമസിക്കുന്ന ഓർഫനേജില് TV ഉണ്ടായിരുന്നില്ല. രാത്രി ക്രിക്കറ്റ് മത്സരമുള്ള സമയത്ത് ഓർഫനേജിൽ നിന്ന് ആരും അറിയാതെ ചാടും. 1.5 കിലോമീറ്റർ ദൂരമുള്ള അക്ഷര ലൈബ്രറിയിൽ വന്ന് ക്രിക്കറ്റ് കണ്ടിട്ട് ഓർഫനേജിന്റെ മതില് ചാടി അകത്ത് കയറും. അന്നേ എന്തെങ്കിലും ഒന്ന് കാണണമെന്നോ സ്വന്തമാക്കണമെന്നോ തോന്നിയാ ഞാനത് ചെയ്തിരിക്കും. യുവരാജ് സിംഗിനെ കളി കണ്ടിട്ടുണ്ടോ വർഷ? ഒരു ഓവറിൽ 6 സിക്സർ അടിച്ച് മെസ്സേജ് വായിച്ച് നല്ല സന്തോഷത്തിലാണല്ലോ. ദിയമോൾ അയച്ച മെസ്സേജ് ആയിരിക്കും അല്ലേ? അല്ല, ശ്യാം അയച്ചതാ. ഈ ശ്യാമിന്റെ ഓരോ റീല് കണ്ട ചിരിച്ചു ചിരിച്ചു മനുഷ്യൻ ചാവും. ശ്യാമിനോട് സംസാരിച്ചോണ്ടിരുന്ന സമയം പോകുന്നത് അറിയത്തേയില്ല. ചിരിച്ചു ചിരിച്ച് മനുഷ്യന്റെ നടുവെട്ടും. ശ്യാം നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. കോളേജിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശ്യാമായിരുന്നു. ഒരു ഓവറിൽ 5 സിക്സ് അടിച്ചാ ജയിപ്പിച്ചത്. മഹാരാജാസാ ഞങ്ങളുടെ മുമ്പിൽ തോറ്റുപോയത്. അന്ന് മാൻ ഓഫ് ദ മാച്ച് ശ്യാമായിരുന്നു. എന്തിനാ ഏട്ടാ TV ഓഫ് ചെയ്തേ? ക്രിക്കറ്റ് കളി കാണണ്ടേ? പെർഫോമൻസ് അത്ര പോരാ, ബോറ്. വാ കിടക്കാം. ശ്യാമിനെ കുറിച്ച് പറഞ്ഞപ്പോ അവൾക്ക് 100 നാവ്. അവളുടെ മുഖഭാവങ്ങൾ മാറിയത് കണ്ടില്ലേ? അവനെ എന്നേക്കുമായി അകറ്റണം.